നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സായി സുദർശൻ ഈ പേര് കഴിഞ്ഞ 3-4 IPLകളിലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമാണ്. പിന്നീട് IPLിലെ പ്രകടനം കൊണ്ട് ഇന്ത്യൻ ടീമിൽ വന്നു, ഏകദിന ടീമിൽ വന്നു, ആദ്യം പിന്നെ ടെസ്റ്റ് ടീമിൽ വന്നു. സായി സുദർശൻ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു. അങ്ങനെ ഗംഭീരമായി സായി സുദർശൻ എന്ന പേര് നമ്മൾ കാര്യമായി ഇന്ത്യൻ ആരാധകർ, ക്രിക്കറ്റ് ആരാധകർ കേൾക്കുന്നത് തീർച്ചയായിട്ടും IPLിൽ നിന്നാണ്. കഴിഞ്ഞ 1-2 സീസണുകൾ ഗംഭീരമായിട്ടാണ് സായി സുദർശൻ കളിച്ചത്. നല്ല പോലെ റണ്ണടിച്ച് സ്ഥിരമായി കളിക്കുന്ന ഒരു കളിക്കാരൻ ആയി നിന്നുകൊണ്ടാണ് സായി സുദർശൻ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നത്. ഇപ്പോൾ ഇന്നത്തെ കളിയിലും അദ്ദേഹം അത് തുടർന്നു. 46 പന്തിൽ 87 റണ്ണടിച്ച് വെറും 159 റൺസിൻ്റെ വിജയലക്ഷ്യം നേടേണ്ട ഒരു ടീമിനെ എങ്ങനെയാണോ കളിക്കേണ്ടത് അതുപോലെ കളിച്ച്, ഉത്തരവാദിത്തത്തോടെ കളിച്ച് ഗുജറാത്ത് ടൈറ്റൻസിനെ വിജയിപ്പിച്ചു. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചിരുന്നു. അത് 58 പന്തിലായിരുന്നു. അന്ന് അദ്ദേഹം കുറേയധികം വിമർശനം വാങ്ങേണ്ടി വന്നു. സ്ട്രൈക്ക് റേറ്റ് കുറവാണ്, മെല്ലെപ്പോക്കാണ് എന്നൊക്കെ പറഞ്ഞ് ആ കളി ഗുജറാത്ത് ടൈറ്റൻസ് തോറ്റത് കൊണ്ടായിരുന്നു അങ്ങനെ ഉള്ള വിമർശനങ്ങൾക്ക് മൂർച്ച കൂടിയത്. പക്ഷേ ഇന്നത്തെ കളി വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ അദ്ദേഹം വിജയിപ്പിച്ചു. കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി അടിച്ച അതേ താരം തന്നെ 87 റണ്ണ് ഇന്നും അടിച്ചു. അങ്ങനെ എല്ലാ കാലത്തും സായി സുദർശൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സ്ഥിരതയാണ്. കളിയിലെ സ്ഥിരമായി കളിക്കും, നിരന്തരം പ്രയത്നിച്ച്, നിരന്തരം കഠിനാധ്വാനം ചെയ്ത് സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെച്ച് ടീമിനെ എപ്പോഴും വിശ്വസിക്കാവുന്ന ഒരു കളിക്കാരൻ, ബാറ്ററായിട്ട് എപ്പോഴും സായി സുദർശനുണ്ട്. അത് ഈ സീസണിലും നമുക്കത് കാണാനാകുന്നുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസ് വലിയ രീതിയിൽ തിരിച്ചടികൾ നേരിടുമ്പോൾ കഴിഞ്ഞ 2 തവണയും നന്നായി ബാറ്റ് ചെയ്ത് അവരെ ഇന്ന് പ്രത്യേകിച്ചും വിജയിപ്പിച്ച് അവരെ IPLിൽ നിലനിർത്തുകയും മുന്നോട്ട് വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സായി സുദർശൻ എന്ന പ്ലെയർ തന്നെയാണ്. സായി സുദർശൻ്റെ ഓപ്പണിംഗ് പങ്കാളിയായ അവരുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും, ആ 2 പേരെയും നമ്മൾ പ്രത്യേകം പറയണം. കഴിഞ്ഞ 2-3 IPLകളിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരാണ്, ഏറ്റവും മികച്ച ഓപ്പണിംഗ് സഖ്യമാണ്. അതിൽ സായി സുദർശൻ്റെ സംഭാവന പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഒരു പാകതയുള്ള കളിക്കാരൻ, ടെക്നിക്കലി സൗണ്ടായ, സാങ്കേതിക തികവുള്ള ഒരു പ്ലെയർ, അതും ഏത് ഫോർമാറ്റിലും ഏത് സാഹചര്യത്തിലും ശാന്തതയോടെ കളിക്കാൻ കഴിയുന്ന, പക്വതയോടെ കളിക്കാൻ കഴിയുന്ന, ക്ഷമയോടെ കളിക്കാൻ കഴിയുന്ന ഒരു കളിക്കാരനാണ് സായി സുദർശൻ. അത് ഇന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. അങ്ങനെ കഴിഞ്ഞ കളിയിൽ അനാവശ്യമായ വിമർശനങ്ങൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തീർത്തും തെറ്റാണ്. അങ്ങനെ അല്ല. സായി സുദർശനെ പോലെ ഒരു പ്ലെയർ ഏത് ടീമിലും വേണം നിന്ന് കളിക്കാൻ. അത് ഇന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് സായി സുദർശൻ്റെ പ്രാധാന്യം എന്ന് ഇന്ന് അദ്ദേഹം പ്രത്യേകിച്ച് കാണിച്ചു തന്നു ലോകത്തിന്. എന്തായാലും ഗംഭീരമായി ഗുജറാത്ത് ടൈറ്റൻസിനെ വിജയിപ്പിച്ച ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത്. കഴിഞ്ഞ തവണ ചീത്ത വിളിച്ചവരൊക്കെ ഇത്തവണയെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ച് നല്ലത് പറയും, നല്ലത് സംസാരിക്കും. തീർച്ചയായിട്ടും സായി സുദർശൻ നല്ലത് പറയേണ്ട ഒരു ബാറ്ററാണ്, സ്ഥിരതയുള്ള ബാറ്ററാണ്. സ്ഥിരതയുടെ പര്യായമാണ് സായി സുദർശൻ എന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള സായി സുദർശൻ തീർച്ചയായിട്ടും ഗുജറാത്ത് ടൈറ്റൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ വഴിയിലാണ്. അത് അങ്ങനെ തന്നെ സായി സുദർശന് ഇനി ബാക്കിയുള്ള കളികളിലും, IPL സീസണിലെ ബാക്കിയുള്ള കളികളിലും അങ്ങനെ തന്നെ കളിക്കാൻ കഴിയട്ടെ.